വയനാട്ടിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. 14 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ഇവിടെ രാവിലെ. ഞങ്ങളിതാ 5:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഞങ്ങളങ്ങനെ ഇതാ പേരിയ ചുരം വഴിയാണ് കേട്ടോ പോകുന്നത്. ഞാൻ പോകുന്ന സ്ഥലം പറഞ്ഞില്ല അല്ലേ, ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത്, കണ്ണൂർ. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ ഈ ചുരം വഴി പാസ് ചെയ്ത് പോകുമ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ, ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ. പക്ഷേ ഇന്ന് രാവിലെ 6:30 ആകുമ്പോഴും ഒരു മഞ്ഞും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നല്ല തണുപ്പുമാണ്. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതുവരെ എവിടെ വിളിച്ചാലും അവർ വരാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോവാണ് കേട്ടോ. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ടൗൺ ടച്ച് ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ ഇതാ പറശ്ശിനിക്കടവ് എത്തിയിട്ടുണ്ട്. രാവിലെ 9 മണിയായപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തി കേട്ടോ. ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഈ കായലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കായലാണോ പുഴയാണോ എന്ന് എനിക്കറിയില്ല, കായലാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ കടകളൊക്കെ തുറന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ തൊഴാൻ കയറി കേട്ടോ. കാരണം ചിഞ്ചുയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ കോഴിക്കോട് നിന്ന് ട്രെയിനിനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ 9 മണിക്ക് എത്തിയോണ്ട് തന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഉരി വെച്ച് കാലെഴുകാൻ പോവാണ് കേട്ടോ. പടവുകളൊക്കെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നേ, നിറയെ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ കഴുകി. അങ്ങനെ ഞങ്ങൾ നടയടയ്ക്കുന്ന മുന്നേ തൊഴുതു കേട്ടോ. പിന്നെ ഉള്ളിൽ വീഡിയോഗ്രാഫി ഒന്നും പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കടകളിൽ കൂടെയൊക്കെ ഒന്ന് വെറുതെ നടന്നിട്ട് വരാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോയെ. അപ്പോഴാണ് പ്രസാദത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. പ്രസാദ വിതരണം ഇത് 24 hours ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എപ്പോൾ വരുമ്പോഴും ഇവിടെ പ്രസാദം കൊടുക്കാറുണ്ടായിരുന്നേ. അങ്ങനെ ജെൻസ് വേറെ സൈഡിൽ, ലേഡീസ് വേറെ സൈഡിൽ കേട്ടോ. അപ്പോൾ സൈത്തേട്ടനും അച്ഛനും ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഞാനും അമ്മയും കുറച്ച് മാറി ലേഡീസിൻ്റെ സൈഡിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി കേട്ടോ പ്രസാദം. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് വൻപയറും തേങ്ങാക്കൊത്തുമാണ് കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. ചായ ഉണ്ടായിരുന്നു കേട്ടോ, അതും കുടിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി കുറച്ച് നേരം വെറുതെ നടക്കാമെന്ന് കേട്ടോ. എന്തായാലും ചിഞ്ചുവൊക്കെ വരാൻ കുറച്ച് നേരം വഴുകും, അപ്പം നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബോട്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ആ ബോട്ടിൽ നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ടിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ, അടുത്ത ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ആ ബോട്ട് പോയിട്ടു. ആ സമയം കൊണ്ട് ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വയനാട്ടിൽ തണുപ്പാണെങ്കിലും അവിടെ നല്ല ചൂടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ സൈത്തേട്ടൻ ബില്ലൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ 4 പേരും കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി കേട്ടോ. ഹൗസ് ബോട്ടിലെ മുകളിലെ നിലയിലാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. സൈത്തേട്ടന് ഒരേ നിർബന്ധം അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ തലയെങ്ങാനും കറങ്ങുമെന്ന്. ചിഞ്ചു മക്കളൊക്കെ വന്നിട്ട് കയറാമെന്നാണ് കേട്ടോ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതുവരെ വെറുതെ ഇരിക്കേണ്ടത് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ. കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട്. അങ്ങനെ ഞങ്ങളെ ബോട്ട് നീങ്ങി കേട്ടോ. കായലിൻ്റെ കരയിലൊക്കെ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലൊരു രസമായിരുന്നു കേട്ടോ ആ കാഴ്ച കാണാനായിട്ട്. പിന്നെ ഇതാ 1.5 മണിക്കൂറോളം ബോട്ടിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ തിരിച്ച് റിട്ടേൺ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ വരുവാണ് കേട്ടോ. ദൂരെ നിന്നും അമ്പലം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അടുത്തു നിന്നും ഭംഗിയാണ്. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ബോട്ടിൽ താഴെയും മുകളിലായിട്ട് കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നടക്കാൻ ഇറങ്ങി കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ വണ്ടിയിൽ വെക്കാനൊരു വിഗ്രഹം പോലത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വേല് പോലത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തൊഴുത് കഴിഞ്ഞ് അവരെയും കൂട്ടി പ്രസാദം കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ അതാ യാത്ര ചെയ്തു വന്ന് ഇവരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചയായി കേട്ടോ. ഇവരെത്തുമ്പോൾ തന്നെ 12:30 കഴിഞ്ഞ്. അങ്ങനെ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ നിൽക്കുകയാണ് കേട്ടോ. നല്ല ക്യൂ ആണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ഈ അമ്പലത്തിലേക്ക്. പിന്നെ ഞങ്ങളിതാ അവിടെ നിന്നും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനെ കുറേ പ്ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യൂവിൻ്റെ അവസാനം എത്തുമ്പോൾ ഓരോ പ്ലേറ്റ് എടുത്തിട്ട് വേണേൽ അകത്തേക്ക് പോകാനായിട്ട്. ഓരോരുത്തരും ഓരോ സൈഡിലിരുന്ന് വേണേൽ ഫുഡ് കഴിക്കാനായിട്ട്. ജെൻസ് വേറെ സൈഡ്, ലേഡീസ് വേറെ സൈഡ് കേട്ടോ. പിന്നെ ഞങ്ങൾ വെള്ളവും കൂടി എടുത്തു. ഇതാ ഭക്ഷണം കേട്ടോ. അധികം കറികളൊന്നുമില്ല, സാമ്പാറും ഒരു കറിയും തന്നെ കേട്ടുള്ളൂ. പക്ഷേ ഇത് കഴിക്കാനും അവിടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് ആളുകളും വരാറുണ്ട്. അങ്ങനെ ഇതാ ഒരു 5 മണിയായപ്പോൾ ചിഞ്ചുവൊക്കെ പോവുകയാണ് കേട്ടോ. കാരണം അവരെ ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ 6 മണിക്കുള്ള വെള്ളാട്ടം കൂടി കണ്ടിട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഇതാ അവരെ യാത്രയാക്കിയേ. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് 2 ബോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നമ്മൾ പൂജാമുറിയിൽ വെക്കുന്ന കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 6 മണിത്തെ വെള്ളാട്ടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വയനാട്ട് പിടിച്ചേ. രാത്രിയായപ്പോൾ ഞങ്ങൾ കൊത്തുപൊറാട്ടയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്.
കൊത്തു പൊറോട്ട അല്ല കേട്ടോ, കൊത്തു പത്തിരിയാണ്. പിന്നെ നമ്മൾ വേറെയും കുറച്ച് ഐറ്റംസൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഒരു 11 മണിയായപ്പോൾ വീടെത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.